480 ചോദിക്കുന്നുണ്ട്. നെഗോഷ്യബിൾ ആയിട്ട് നമുക്ക് കൊടുക്കാം. 480 ആസ്കിംഗ് ആണ്, പക്ഷേ 2015 ഡീസലാണ്. ഉള്ളിൽ ഓടിയിട്ടുള്ളൂ. പെട്രോളിന് കൊടുക്കില്ല വില. എന്ത് വിലയുണ്ട് 18 വണ്ടി? ഇതിന് ഞാൻ 14,500 രൂപ ചോദിക്കുന്നുണ്ട്. പേപ്പർ ആക്കിയിട്ട് നമ്പർ ആക്കിയിട്ട് 14.5 ലക്ഷം രൂപ അല്ലേ? ഇതിന് ഞാൻ ചോദിക്കുന്നത് 7,500 രൂപ. 2017 വണ്ടിക്ക് അല്ലേ? ഇത് നമുക്ക് 7,40 കൊടുക്കാം. 7,40 16 ഓട്ടോമാറ്റിക് കൊടുക്കാം. അപ്പൊ എന്തായാലും 5 വണ്ടി എന്തെങ്കിലും കൊടുക്കും? ഇത് ഞാൻ 9,4 അതും കുറയും അല്ലേ? മാക്സിമം കുറഞ്ഞു കൊടുക്കും. അടിപൊളി കേട്ടോ. അത്യാവശ്യം നല്ല കിഡിലൻ ക്വാളിറ്റി ഉള്ള വണ്ടികൾ, അതായത് സാധാരണക്കാർ എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരുവിധം വണ്ടികളൊക്കെ ഇവിടെ ഉണ്ട്. ഏറ്റവും കൂടുതൽ ആൾക്കാരെ എൻക്വയറി ചെയ്യുന്നൊരു വണ്ടിയാണ് ഇന്നോവ എന്ന് പറയുന്നത്. അത് ഇന്നോവേൻ്റെ കുറച്ച് വണ്ടികളുണ്ട്. അതിൻ്റെ പുറമെ തന്നെ ക്രിസ്റ്റ ഉണ്ട്. അതിൻ്റെ ഒക്കെ പുറമെ 3 കിഡിലൻ ഡീസൽ ക്രെറ്റയും ഉണ്ട്. ചെറുവണ്ടികൾ വേറെയുണ്ട്. അതായത് ഞാനിന്ന് വന്നിട്ടുള്ളത് നമ്മുടെ കാർസ് 20ലാണ് കേട്ടോ. എക്സാക്ട് ലൊക്കേഷൻ പറഞ്ഞാൽ ശരിക്കും നമ്മുടെ കൊണ്ടോട്ടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ മുമ്പോട്ട് പാലക്കാടേക്ക് വരുമ്പോൾ മോങ്ങം ഹിൽ ടോപ്പ് എന്ന് പറഞ്ഞ ഏരിയ ആണ് ഇവരുടേത്. മോങ്ങമാണ് എക്സാക്ട് സ്ഥലം. അപ്പോൾ എന്തായാലും മെയിനായിട്ട് പറയേണ്ട ഒരു കേസ് എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്ന ഈ വണ്ടികളുടെയൊക്കെ വില നിങ്ങളെ ശരിക്കും ഞെട്ടിക്കും കേട്ടോ. മാക്സിമം വില കുറച്ചിട്ട്, ഇപ്പോൾ മൊത്തത്തിലൊരു ഡിമ്മായിട്ടുള്ളൊരു സമയമാണല്ലോ. അപ്പോൾ എന്തായാലും മാക്സിമം വില കുറച്ചിട്ട് നിങ്ങൾക്ക് തരാൻ പറ്റുന്നതിൻ്റെ അങ്ങനെ അറ്റം വില കുറച്ചിട്ട് തരാൻ വേണ്ടിയിട്ടാണ് ഈ വണ്ടികളൊക്കെ ഇട്ടിട്ടുള്ളത്. നൗഫൽക്ക് ഉണ്ട്. നമുക്ക് ഫുൾ ഡീറ്റെയിൽസ് ഒന്ന് ചോദിച്ചു നോക്കാം. മാക്സിമം കിഡിലൻ ഓഫറിലുള്ള വണ്ടികളും ഉണ്ട്. അതും കൂടി പറഞ്ഞുതരാം. ഒരേ ഒരു കാര്യം ചെയ്താൽ മതി, മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. കാരണം നല്ല വണ്ടികൾ എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാടധികം ആൾക്കാർ ഇങ്ങനെ കറങ്ങി നടക്കുന്നുണ്ടാവും, വണ്ടി കാണാണ്ടും കിട്ടാണ്ടും അറിയാണ്ടും. അവരിലേക്ക് എത്തിക്കോട്ടെ. അപ്പോൾ അവർക്കതൊരു ഉപകാരമാകുമല്ലോ. അപ്പോൾ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് കൊടുത്തേക്ക്. കൂടുതലൊന്നും പറയുന്നില്ല, അടിപൊളി വണ്ടികളാണ് കാണിച്ചത്. നൗഫൽക്ക, അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 3-4 മാസങ്ങൾക്ക് ശേഷമാണ് വീണ്ടും റോഡ് മാസ്റ്ററിലല്ലേ? അതെ. അപ്പോൾ എന്തായാലും റോഡ് മാസ്റ്ററിലേക്ക് സ്വാഗതം. ഇപ്രാവശ്യം നിങ്ങൾ ഞെട്ടിക്കുമെന്നൊക്കെ ഞാൻ പറഞ്ഞു. നിങ്ങൾ ഞെട്ടിക്കോ? നെറ്റിക്കാതെക്കാൻ പറ്റൂലല്ലോ. മാക്സിമം വില കുറച്ച് കൊടുക്കുക. മാക്സിമം വില കുറച്ചിട്ട് റംസാൻ സ്പെഷ്യൽ. അതെ, റംസാൻ സ്പെഷ്യലാണ്. അത് മാത്രമല്ല ക്വാളിറ്റി അടിപൊളിയല്ലേ? ക്വാളിറ്റി ഒക്കെ വളരെ ക്വാളിറ്റി ആക്കും. ഇവിടുന്നൊക്കെ ജനങ്ങൾക്ക് അറിയാണ്, വളരെ കളക്ട് ക്വാളിറ്റി ഉണ്ട് അല്ലേ? നമ്മള് എനിക്ക് തോന്നുന്നു ഒരു 4 മാസം മുമ്പിട്ട വീഡിയോ ഒരുപാട് വണ്ടി നല്ലോണം പോയിട്ടുണ്ട്. അതെ. പിന്നെ എക്സാക്ട് ലൊക്കേഷനുകളൊന്ന് പറഞ്ഞു കൊടുക്കോ? ലൊക്കേഷനുകളൊന്ന് പറഞ്ഞു കൊടുക്കോ? ലൊക്കേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോഴിക്കോട് പാലക്കാട് റൂട്ട്, പെരിന്തൽമണ്ണ റൂട്ട് IVM തന്നെയാണ്. പിന്നെ കോഴിക്കോട്ട് നിന്ന് ഇങ്ങോട്ട് വരികയാണെങ്കിൽ മലപ്പുറം, മഞ്ചേരി, പാണ്ടിക്കാട് ഒക്കെ IVM തന്നെയാണ്. മോങ്ങം ഹിൽ ടോപ്പാണ് അല്ലേ? ഓക്കെ, അതാണ് എക്സാക്ട് ലൊക്കേഷൻ വരുന്നത്. പിന്നെ നമ്മളെ ഇപ്പൊ എത്ര വണ്ടി ഉണ്ട്? ഇപ്പൊ ഓൾമോസ്റ്റ് ഒരു 50 വണ്ടിന്റെ അടുത്ത് നമ്മളെടുത്തുണ്ട്. നമുക്ക് മാക്സിമം വണ്ടി കാണിക്കാം അല്ലേ? മാക്സിമം വണ്ടി കാണിക്കാം. പിന്നെ ഇന്ത്യയുടെ ഒക്കെ എല്ലാത്തിന്റെയും ഒന്നും കാണിക്കുന്നില്ല. സ്പെഷ്യൽ ആയിട്ട് പണിത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാണിക്കാം. എല്ലാം നല്ല ഹൈടെക് ക്വാളിറ്റി അല്ലേ? അപ്പൊ നിങ്ങൾ ഫുൾ ഡീറ്റെയിൽസ് ഒക്കെ വേണ്ടവർക്ക് ഒന്ന് ഫോട്ടോസ് ഒക്കെ ഒന്ന് അയച്ചു കൊടുക്കണേ. അടിപൊളി. അപ്പൊ എന്നാ പിന്നെ ഈ ക്രെറ്റലങ്ങ് തുടങ്ങിയാലോ? ആയിക്കോട്ടെ. ഇതിപ്പോ ഏതാ മോഡലൊക്കെ? ഇത് 2017 ആണ്. ഡീസൽ ആണല്ലേ? 17 ഡീസൽ എത്ര ഓടിയിട്ടില്ലേക്കാ? ഇത് ഒന്നിന് താഴെ. കറക്റ്റ് അറിയോ? കറക്റ്റ് 94. അടിപൊളി. 94,000 കിലോമീറ്റർ. ഞാൻ കാണിച്ചു കിട്ടെ, ആ കിലോമീറ്റർ ജെനുവിനാന്ന് പറയാൻ പറ്റും? ഒറിജിനൽ ഹിസ്റ്ററി ഉള്ളതല്ലേ? ഹിസ്റ്ററി ഉണ്ട്. ഇതൊക്കെ കിലോമീറ്റർ ടാമ്പേഡ് അങ്ങനത്തെ ഒരു ഒക്കെ കറക്റ്റ് ഹിസ്റ്ററി ഉള്ള വണ്ടികൾ. ജെനുവിനാണ്. ജെനുവിനാ. എങ്ങനെ വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. എങ്ങനെ വേണമെങ്കിൽ ഇപ്പൊ എല്ലാം ചെക്കിങ് കിട്ടുമല്ലോ. അതെ, പണ്ടത്തെ കാര്യമല്ലല്ലോ. ഇപ്പൊ ഒക്കെ കമ്പ്യൂട്ടർ അല്ലേ? 2025 ആയല്ലോ. അതെ. അപ്പൊ എന്തായാലും റീപ്ലേസ് ഉണ്ട്? എന്തെങ്കിലും റീപ്ലേസ് ഒന്നുമില്ല. പിന്നെ വേറെ അപാകതകളൊന്നുമില്ല. ഒക്കെ ചെക്ക് ചെയ്യാം. ഒക്കെ ഫുൾ ക്വാളിറ്റിയിൽ. അത്യാവശ്യം ഒരു 17 മൈൻഡൊക്കെ മൈലേജും കിട്ടൂലേ ഇതിന്? 20 വരെ കിട്ടുന്നുണ്ട്. പിന്നെ 17-18 നമ്മൾ പറയുന്നുള്ളൂ. ഓക്കെ, അപ്പൊ എന്തായാലും ഒരു 15 to 20 നിങ്ങൾക്ക് കൺഫേം ആയിട്ട് മൈലേജ് ധൈര്യമായിട്ട് കിട്ടും. 94,000 ഞാൻ പറയുമ്പോൾ വലിയ റോട്ടൊന്നും പറയാനില്ല. സിംഗിൾ ഓണർ വണ്ടിയല്ലേ? സിംഗിൾ ഓണർ. വിലയും കൂടി ഒന്ന് കേട്ടെ. ഇതിന് ഞാൻ ചോദിക്കുന്നത് 7,500 രൂപ. 2017 വണ്ടിക്ക് അല്ലേ? 7,50,000 രൂപയ്ക്ക് 17 വണ്ടി. അതും ഇത്രയും വലിയൊരു SUV ഡീസൽ. ഓക്കെ, നെഗോഷ്യബിൾ ആണ്. നമ്മുടെ ആൾക്കാർക്ക് മാക്സിമം കുറയൂലേ? അത് കുറക്കുവേ. അതെ, നമ്മളെ ഈ വീഡിയോ കണ്ടുവരുന്നവർക്ക് മാക്സിമം കുറച്ചിട്ടല്ലേ നമ്മൾ കൊടുക്കുള്ളൂ. വീഡിയോ കണ്ടിരുന്നു പറഞ്ഞ സ്പെഷ്യലാ. അടിപൊളി. അപ്പൊ എന്തായാലും നിങ്ങൾ നോക്കിക്കോളൂ കേട്ടോ. പിന്നെ വേറെ ഒരു അപാകതയില്ല. ക്വാളിറ്റി വണ്ടി. അതേപോലെ തന്നെ സെയിം സാധനം, പക്ഷെ ന്യൂ ഷേപ്പ് ആണ്. ഇത് ഏതൊക്കെ മോഡല്? ഇത് 2019 ആണ്. 2019 മോഡൽ കറക്റ്റ് ആണ്. അത്യാവശ്യം നല്ല നീറ്റ് വണ്ടിയാണ് കേട്ടോ. 19 ന്യൂ ഷേപ്പ് ആണ് കേട്ടോ. സിംഗിൾ ഓണർ ആണ്. ഇത് വേരിയന്റ് ഏതാ? ഇത് E+ ആണ്. പക്ഷെ E+ ആണെങ്കിലും ഒരുവിധം ബട്ടൺ നല്ല മൈലേജിലാണ്. സ്റ്റിയറിംഗ് കൺട്രോൾസ് അടക്കം വരും അല്ലേ? അങ്ങനെ സ്റ്റിയറിംഗ് കൺട്രോൾസ് ഒക്കെ വരും. എല്ലാം കംപ്ലീറ്റ് വരും. ഫുൾ നീറ്റ് ആണ് വണ്ടി. ഇത് പിന്നെ അലോയിലൊക്കെ സെപ്പറേറ്റ് ചെയ്യണാണ്. ഇതാ ഫോഗ് ലൈറ്റ് ഒക്കെ സെപ്പറേറ്റ് ചെയ്യണാണ്. ഒക്കെ നല്ല വരുന്നതാണ്. അതെ. 19 വണ്ടി. ഇത് കിലോമീറ്റർ ഓടിയുണ്ട്. ഇത്
40 1.40 കോടി കറക്റ്റ് ഹിസ്റ്ററി ഓ കറക്റ്റ് ഹിസ്റ്ററി അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്ത് വെച്ചൂടെ ചെയ്ത് കൊടുക്കാം. ആ പരിപാടി ഇവിടെ ഇല്ല കറക്റ്റ് ആണ്, പക്കയാണ്. കറക്റ്റ് പക്ക ക്ലീൻ. നമ്മൾ പറയുന്നതിന് അപ്പുറം ഒന്നും ഓ ഉണ്ടാവില്ല. ഒന്നുമില്ല, ഓല് ഹിസ്റ്ററി എല്ലാം എടുത്തോട്ടെ. റീപ്ലേസ് ഉണ്ടോ? റീപ്ലേസ് ഒന്നുമില്ല അല്ലെ? സിംഗിൾ ഓണർ. അടിപൊളി. ഇതിപ്പോ നമുക്ക് എന്ത് വിലയുണ്ട്? ഇത് നമുക്ക് ലാസ്റ്റ് ആ ഒരു 8.5 റുപ്യ ചെറിയ നെഗോഷ്യബിളിൽ കൊടുക്കാം. അതായത് നമ്മുടെ വീഡിയോ കണ്ടുവരുന്നവർക്ക് നിങ്ങൾ ചെറുതൊന്നും അല്ല, ആ, വലുതാക്കി തന്നെ കൊടുക്കും. 8.5 റുപ്യ ചോദിക്കുന്നുണ്ട്, ചെറുതാക്കിയല്ല വലുതാക്കിയല്ല കൊടുക്കാം. അടിപൊളി. 8,50,000 രൂപയ്ക്ക് 2019 വണ്ടി എടുക്കാം. ഇനി ഒരു ഓട്ടോമാറ്റിക് ഡീസൽ വേണമെങ്കിൽ അതും ഉണ്ട് അല്ലേ? ഇത് നോക്കാം മോഡല്. ഇത് 2016 ഓട്ടോമാറ്റിക് ആണ്. സിംഗിൾ ഓണർ. എനിക്ക് തോന്നുന്നു ഇത് ഏറ്റവും ഫുൾ ഓപ്ഷൻ അല്ലേ? അതെ 1.6 ഡീസൽ ഓട്ടോമാറ്റിക്. നല്ല അടിപൊളി വണ്ടി കേട്ടോ. നല്ല വണ്ടിയാ. ഒരു 15-16 കിലോമീറ്റർ മൈലേജും കിട്ടും. അതെ. ഇത് കിലോമീറ്ററോ? 1.17. ജെനുവിൻ. ഞാൻ ജെനുവിന് സിംഗിൾ ആണ്. പിന്നെ നമ്മൾ പറയേണ്ട ആവശ്യമില്ല, നമ്മളെടുത്ത് ജെനുവിൻ വണ്ടികളെ ഉള്ളൂ അല്ലേ? ഓ ഞാൻ ഇനി ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നു. ടാക്സി വണ്ടികൾ നമ്മളെടുത്തുണ്ട്, അതിന്റെ കിലോമീറ്റർ നമുക്ക് വിഷയം വരുള്ളൂ. ഇതൊക്കെ ജെനുവിൻ വണ്ടികൾ. ടാക്സി വണ്ടികൾ ഇവിടെ വേറെ കിടക്കുന്നുണ്ട്, ഞാൻ കാണിച്ചു തരാം. അപ്പൊ എന്തായാലും 16 ഓട്ടോമാറ്റിക് വണ്ടി എന്ത് വിലക്ക് കൊടുക്കാം? ഇത് നമുക്ക് 7.40 കൊടുക്കാം. 7.40 16 ഓട്ടോമാറ്റിക് കൊടുക്കാം. അടിപൊളി കേട്ടോ. അതൊക്കെ നിങ്ങൾ നോക്കിക്കോട്ടെ. സ്വിഫ്റ്റ് ഓട്ടോമാറ്റിക് വേണമെങ്കിൽ കൊടുക്കണ്ടല്ലേ? അതും ഡീസൽ വണ്ടിയാണ്. ഒരു അഭാഗത്തെ ഒരു റീപ്ലേസും ഇല്ലല്ലോ അല്ലേ? ഒരു റീപ്ലേസും ഇല്ല. 1.6. ഓക്കെ. അപ്പൊ എന്തായാലും അതിന്റെ തൊട്ട് പുറകിലായിട്ടൊരു സിയാസ് കിടക്കുന്നുണ്ട്. സിയാസ് ഏതൊക്കെ മോഡല്? ഇത് 2015 ഫുൾ ഓപ്ഷൻ വണ്ടി. അതായത് എനിക്ക് തോന്നുന്നു ZXi അല്ല ZDI അല്ലേ? ZDI പ്ലസ് ബട്ടൺ ഷാർട്ട് ഒക്കെ വരുന്നുണ്ട്. ബട്ടൺ ഷാർട്ടും വരും. നല്ലൊരു കളറാണ്, നല്ല വൃത്തിയാണ്, ഇന്റീരിയർ അടിപൊളിയാണ്. സിംഗിൾ ഓണർ. അതെ അല്ലേ? ഡീസൽ അല്ലേ? ഡീസൽ 16 അല്ലേ പറഞ്ഞത്? 2015. എത്ര ഓടിയിട്ടുള്ളത്? ഇത് 1.20 ഓടിയിട്ടുണ്ട്. കറക്റ്റ് ഹിസ്റ്ററി ഓ ഹിസ്റ്ററി കറക്റ്റ്. പിന്നെ മാരുതി പിന്നെ എവിടെ പോയാലും വിരൽ തുമ്പിലാ. അതെ, ഒന്നും നോക്കണ്ട. റീപ്ലേസ് ഇല്ലല്ലോ? ഒരു റീപ്ലേസും ഇല്ല. അപ്പൊ നമ്മൾ ഈ കാണിക്കുന്ന വണ്ടികളുടെ ഒക്കെ കണ്ടീഷൻ അടിപൊളിയല്ലേ? ഓ ഒരു അപാകതയില്ല. അൽക്ക് എവിടെ പോയിട്ടും ചെക്ക് ചെയ്യാം, എങ്ങനെയും ചെക്ക് ചെയ്യാം. അതെ. അപ്പൊ എന്തായാലും 15 ഡീസൽ വണ്ടി എന്ത് വിലക്ക് കൊടുക്കാം? ഇത് നമുക്ക് 5-10 ചോദിക്കുന്നുണ്ട്, അതിലും കുറച്ച് കൊടുക്കാം. അതൊന്നും അല്ല, നിങ്ങൾ 4 സംതിങ്ങിന് കൊടുക്കൂലേ? ഇത് കൊടുക്കൂലേ? നമ്മുടെ ആൾക്കാർക്ക് മാത്രം. നമ്മുടെ ആൾക്കാർക്ക് ക്യാമറ വരികയാണെങ്കിൽ 5-ന്റെ താഴെ 4 സംതിങ്. റോഡ് മാസ്റ്ററിന്റെ വീഡിയോ കണ്ടു എന്ന് പറഞ്ഞാൽ 5-ന് താഴെ കൊടുക്കും. അടിപൊളി. കൊടുത്തിരിക്കും. അത് മുതലാട്ടോ. അത് നിങ്ങൾ നോക്കിക്കോ. അത് ഏറ്റവും ഫുൾ ഓപ്ഷൻ, നല്ല കിടിലൻ സാധനമാണ്. അതുപോലെ തന്നെ അതാ വളരെ വളരെ ലോ ബഡ്ജറ്റിൽ എടുക്കാൻ വരുന്ന ഒരു നല്ല 20 കിലോമീറ്റർ മൈലേജ് ഉള്ള ഒരു സെഡാൻ വണ്ടി അല്ലേ? നിസാൻ സെഡാൻ. ഇത് മോഡൽ ഏതാ? ഇത് 2012. ഇത് കേരള വണ്ടി തന്നെയാ? ഓ ഒറിജിനൽ കേരള വണ്ടി. 12 അലൈവിയിൽ അടക്കം വരുന്നുണ്ട്. കമ്പനി വരുന്ന അല്ലേ? അല്ല, ഇത് എക്സ്ട്രാ വരുന്നതാണ്. എക്സൽ ആണ്. പക്ഷെ അത് നിസാന്റെ ബാഡ്ജിംഗ് ഒക്കെ ഉണ്ടല്ലോ. നല്ലതുണ്ട്. അലൈവിയിൽ എല്ലാ എക്സൽ ആയതുകൊണ്ട് തന്നെ ബട്ടൺ ഷാട്ട് ഉണ്ടാവില്ല, ബാക്കി ഒരുവിധം ഫീച്ചേഴ്സ് ഒക്കെ ബാക്കിയുള്ള ഫീച്ചേഴ്സ് ഒക്കെ. കിലോമീറ്റർ ആണ് അറിയേണ്ടത്. കിലോമീറ്റർ 1.40. വലിയ കുഴപ്പമൊന്നുമില്ല അല്ലേ? അല്ല, നമ്മള് കറക്റ്റ് അല്ലേ, 12 വണ്ടിയല്ലേ? അതെ, അത്രയും ഓടിയിട്ടുള്ളൂ എന്നാണ് നമ്മൾ ചോദിക്കേണ്ടത്. അതെ. ഇതിപ്പോ വിലയാണ് ഹൈലൈറ്റ്. എത്ര വില? ഞാൻ 2.10. 2.10 കൊടുക്കാം. ഒന്നുകൂടി പറ. അതന്നെ 2.10 അതിന് അതിൽ കുറയോ? ഓല് വരട്ടെ, കണ്ട് ഇഷ്ടപ്പെടട്ടെ, കൊടുക്കാം നമുക്ക്. നമ്മുടെ വീഡിയോ കണ്ടിട്ടാണെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ഏകദേശം ഒരു 10 റുപ്യൊക്കെ കുറയും അല്ലേ? വീഡിയോ കണ്ടുവരുന്നവർക്ക് കൊടുക്കാം നമുക്ക്. അപ്പൊ ഇത് നോക്കിക്കോളൂ. ഇതൊക്കെ നിങ്ങൾക്ക് മാക്സിമം ലോൺ കയറാവുന്ന കയറ്റി തരും. നമ്മൾ ലോൺ ചെയ്ത് കൊടുക്കൂലേ? ഓ ലോൺ ചെയ്തു. ഒരുവിധം നമ്മളിപ്പോ കാണിച്ച വണ്ടിയൊക്കെ എല്ലാം ലോൺ ചെയ്തു. മാക്സിമം ഫുൾ ലോൺ കൊടുക്കാം. ഒരു 50 റുപ്യ മാക്സിമം പോരെ? എന്തേ 50 അല്ല, 20 റുപ്യ 10 റുപ്യ ആയിട്ടൊക്കെ ആൾക്കാർ വരുന്നത്. ഫുൾ ലോൺ. ഈ പറഞ്ഞ സിയാസ് ഒക്കെ എനിക്ക് ഫുൾ ലോൺ ആണ്. ഇത് ഫുൾ ലോൺ കൊടുക്കാം. ഒക്കെ ഫുൾ ലോണിലല്ല കൊടുക്കുന്നത്. പക്ഷെ അവരെ പ്രൊഫൈലൂടെ ക്ലിയർ ആവണം അല്ലേ? അല്ലാണ്ട് ഞാൻ ഫുൾ ലോൺ കൊടുത്തിട്ട് കാര്യമില്ല. അവരെ പ്രൊഫൈലൂടെ ക്ലിയർ ആയ നമ്മള് കൊടുക്കും. പക്ഷെ ഇതാണെങ്കിലോ? ഇത് 2013 ബൊലേറോ ഫുൾ ഓപ്ഷൻ ZLX 13 ആണല്ലേ? ഇത് കിലോമീറ്റർ എത്രയാ? 1.37. 1.37. കറക്റ്റ് സർവീസ്. അടിപൊളി. രണ്ടാമത്തെ ഓണർഷിപ്പ്. ഇത് ഇപ്പൊ പുതിയൊരു സീറ്റ് ഒക്കെ ചെയ്താട്ടോ. ഒക്കെ പുതിയതാണ്. എല്ലാം 4 ടയർ വരെ പുതിയത്. അടിപൊളി. ഇത് കിലോമീറ്റർ നിങ്ങൾ പറഞ്ഞ 1.37. ഹിസ്റ്ററിയും കൊടുക്കാം. ഓ ഹിസ്റ്ററി എടുക്കാം, ധൈര്യമായിട്ട് എടുക്കാം. ഹിസ്റ്ററി ഇല്ലാത്ത വണ്ടി അങ്ങോട്ട് വരുന്നല്ല. അതെ, റീപ്ലേസ് ഇല്ലല്ലോ? ഒരു റീപ്ലേസും ഇല്ല. അടിപൊളി വണ്ടി അല്ലേ? ഇതിന്റെ വില കൂടി കേട്ടോ. ഇതിന് ഞാൻ ചോദിക്കണത് 4.35. 4.35. 13 മോഡൽ, നല്ല ക്ലീൻ വണ്ടി അല്ലേ? അത് കുറയൂലേ? നെഗോഷ്യബിൾ അല്ലേ നമ്മളെ എല്ലാ കച്ചവടവും? അത്രേ ഉള്ളൂ. മാക്സിമം നിങ്ങൾക്ക് കുറച്ച് എടുത്തോണ്ട് പോവാ. റോഡ് മാസ്റ്ററിന്റെ വീഡിയോ കണ്ടിരുന്നു എന്ന് പറഞ്ഞാൽ മതി. ഡിസ്കൗണ്ടിന്റെ മേളമാണ് മാക്സിമം. അടിപൊളി. മാക്സിമം ലോണും കയറ്റി കൊടുക്കും. ഇപ്പം നേരം നമ്മൾ കുറച്ച് ചെറിയ വണ്ടികളൊക്കെ കാണിച്ചു കൊടുത്തു അല്ലേ? ഇനി കുറച്ച് മെയിൻ സാധനം കാണിച്ചു കൊടുക്കാം. എല്ലാവരും ഒരുപോലെ അന്വേഷിക്കുന്ന സാധനം. ഓക്കെ. അപ്പൊ എന്തായാലും ആദ്യത്തെ ക്രിസ്റ്റ ഏതാ മോഡല്? ഇത് 17-18 ആണ്. മോഡൽ കൂടിയ വണ്ടിയാണ്. കൂടുതൽ വണ്ടിയാണ്. അതെ, ക്രിസ്റ്റയാണ്. ഇത് G4 ആ?
ആ G4 ആണ് അല്ലേ? നല്ല നീറ്റ് അല്ലേ വണ്ടി? നല്ല നീറ്റ് ആൻഡ് ക്ലീൻ പീസ് വണ്ടി. റീ ആണോ ഇത്? റീ ആണ്. പേപ്പർ ആയോ? ഓ പേപ്പർ റെഡിയാണ്. നമ്പറൊക്കെ ആയി. ഓ നമ്പറായി. കിലോമീറ്റർ 160. ജെനുവിൻ ഹിസ്റ്ററി ഒക്കെ പക്ക. അതെ അല്ലേ? റീപ്ലേസ് ഉണ്ടോ? റീപ്ലേസ് സാധാരണ ഒരു റീപ്ലേസും കാണില്ല. ഇനിയിപ്പോ നമുക്ക് സാധാരണ പറഞ്ഞല്ല, ഇതിലൊന്നും ഒരു റീപ്ലേസും ഇല്ല. അതായത് മെയിൻ ഗ്ലാസ് പോലും മാറിയിട്ടില്ല. മെയിൻ ഗ്ലാസ് കൂടി മാറിയിട്ടില്ല. അടിപൊളിയായിട്ട് നല്ല വൃത്തിയുള്ള, അതായത് നല്ലൊരു വൃത്തിയുള്ള കളറുമാണ് അല്ലേ? നല്ല സിൽവർ കളർ. അതെ. ഒരു സ്ക്രാച്ച് പോലും ഇല്ലാത്ത വണ്ടി. എന്ത് വിലയുണ്ട് 18 വണ്ടി? ഇതിന് ഞാന് 14,00,000 റുപ്യ ചോദിക്കുന്നുണ്ട്. പേപ്പർ ആക്കിയിട്ട് നമ്പർ ആക്കിയിട്ട് 14.5 ലക്ഷം രൂപ അല്ലേ? നെഗോഷ്യബിൾ ആണ്. അത് നമ്മളെ സ്ഥിരം ഡയലോഗാണ്. അതെ, എനിക്ക് തോന്നുന്നു ഒരു 13 സുഖമായിട്ട് ലോൺ കയറില്ലേ? 13,000 റുപ്യ ഈസി ആയിട്ട് കിട്ടും. ഒരു 1 ലക്ഷം റുപ്യനുള്ളിൽ 1 ലക്ഷം റുപ്യന്റെ ഉള്ളിൽ ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ നമുക്ക് ക്രിസ്റ്റ ഇറക്കാം. അതായത് എനിക്ക് തോന്നുന്നു 10 ലക്ഷത്തിനൊക്കെ മേലെ ലോൺ ഒക്കെ ചെയ്യുന്ന IT ഒക്കെ ചെയ്യുന്നവരുണ്ട്. ആക്കുണ്ട്. നമുക്ക് അവരുടെ പ്രൂഫ് ശരിയാണ്, നമുക്ക് അത്ര ഫുൾ ലോണിൽ തന്നെ വണ്ടി ചെയ്ത് കൊടുക്കാം അല്ലേ? അപ്പൊ എന്തായാലും 18 വണ്ടി, അടിപൊളി കണ്ടീഷൻ വണ്ടി, 14 ലക്ഷം രൂപ പേപ്പർ ആയ വണ്ടി അല്ലേ? ഇനി ഇതാണെങ്കിലോ വെള്ള, ഇത് 2018 വണ്ടിയാണ്. ഇതും സെയിം ആണ്. 18 തന്നെയാ അല്ലേ? 18 തന്നെ. അടിപൊളി ഓർഡർ ആണ്. ടാക്സിക്കാർക്കൊക്കെ ഫുള്ള് പറ്റിയ ക്ലീൻ പീസ് വണ്ടി. അതെ അല്ലേ? ഇത് വേരിന്റേതാ? ഇതൊക്കെ G4 എല്ലാം G4 അല്ലേ? എല്ലാം G4. അടിപൊളി കേട്ടോ. ഇത് റീപ്ലേസ് ഉണ്ടോ? റീപ്ലേസ് ഇല്ല. ഇതിന് മെയിൻ ഗ്ലാസ് റീപ്ലേസ് ഉണ്ട്. മെയിൻ ഗ്ലാസ് മാത്രം. ഓക്കെ. ഇത് എനിക്ക് ഈ വൈറ്റ് കളർ വണ്ടി അതിപ്പോ മറ്റേ തന്റേതല്ലാത്ത കാരണം അങ്ങനെ പറയാൻ പാടുള്ളൂ. അത്രേ പറയാനുള്ളൂ. വേറെ ഭാഗത്തൊന്നുമില്ല. ഒരു ഭാഗത്ത്. കിലോമീറ്റർ ഇത് 120. 120? ജനൂന ഉറപ്പ്? അടിപൊളി കേട്ടോ. 120 ഓടിയിട്ടുള്ളൂ. വളരെ ലോ കിലോമീറ്റർ വണ്ടി അല്ലേ? ഇത് നമുക്ക് എന്ത് വില കൊടുക്കാം? ഇത് നമുക്ക് ഇതേമാതിരി തന്നെ 14.25 ചോദിക്കുന്നുണ്ട്. കോലം പോലെ നമ്മുടെ ആൾക്കാർക്ക് കൊടുത്തു വിടുക. ഇവിടെ വന്ന ഒരാളും പിണങ്ങി പോകും. ഓല് വണ്ടി നോക്കി ക്വാളിറ്റി നോക്കട്ടെ. അതെ, വില കുറഞ്ഞോണ്ട് കാര്യമല്ല, വണ്ടിയുടെ ക്വാളിറ്റി വേണ്ട. അത് വേണം. അല്ല, ക്വാളിറ്റിയുടെ കാര്യത്തിൽ നിങ്ങൾ ഇത്ര ധൈര്യത്തിൽ പറയണ്ടെങ്കിൽ ധൈര്യത്തിൽ പറയുന്നുണ്ട്. അതാണ്. അപ്പൊ നിങ്ങൾ നോക്കിക്കോ. ഇത് 14.25 ചോദിക്കുന്നുണ്ട്. നിങ്ങൾക്ക് മാക്സിമം കുറച്ച് തരും കേട്ടോ. അതിന്റെ ഇടയിൽ ഒരു സാധാ ഇന്നോവ ഉണ്ട്. ഇതേതാ മോഡല്? ഇത് 2008 ആണ്. ഇത് 2008 വണ്ടിയാ? ഇതോ പുതിയ മോഡൽ, പുതിയ ടൈപ്പ്. ഇതിലെല്ലാം ക്ലീൻ പീസ് ആക്കി വെച്ചു. അടിപൊളി. ഇത് 2008 എന്നൊക്കെ പറഞ്ഞാൽ ആരും വിശ്വസിക്കൂല. ഇപ്പൊ പേപ്പറൊക്കെ പേപ്പറൊക്കെ ഫുൾ 28 വരെ പേപ്പർ ഫുൾ ഓക്കെ. മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. അടിപൊളി. പുതിയ മോഡൽ കൺവേർട്ട് ചെയ്താണ്. G4 അല്ലേ? G4. ഓക്കെ. 2008 വണ്ടി, അതും നല്ല അടിപൊളി കണ്ടീഷനിൽ ടൈപ്പ് 4 കൺവേർട്ട് ചെയ്തത് അല്ലേ? വിലയോ? വില എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 4.15 ഒക്കെ ചോദിക്കുന്നുണ്ട്. കേരള വണ്ടിയാണ്. ഒറിജിനൽ കേരള വണ്ടിയാ? അടിപൊളി. 4.15 എന്നൊക്കെ പറയുമ്പോ കുറയൂലേ? കുറയാത്. നമ്മള് ഇതന്നല്ലേ നമ്മളത് കറക്റ്റ് കണ്ണിങ് ആയിട്ട്. കിലോമീറ്റർ പറഞ്ഞില്ലല്ലോ. കിലോമീറ്റർ 2.20 ഒക്കെ കഴിയണം. കാരണം 2008 വണ്ടിയല്ലേ. ഹിസ്റ്ററി കിട്ടുമോ? ഹിസ്റ്ററി എടുത്തോട്ടെ, ധൈര്യമായിട്ട് എടുത്തോട്ടെ. അത് ചിലപ്പോ എത്രത്തോളം ഉണ്ടെന്ന് അറിയില്ല. അറിയില്ല. 2.5 അതിൽ കിലോമീറ്റർ കാണിക്കുന്നത്. പക്ഷെ അവര് പക്കാതാ പറഞ്ഞത്. അതെ അല്ലേ? ഓക്കെ. അപ്പൊ എന്തായാലും നല്ല വൃത്തിയുള്ള വണ്ടി, അതും 2008. 4.15 അല്ലേ? ഒരു ക്രിസ്റ്റ്യൻ കൂടി കാണിച്ചത്. ഇത് 2017 വണ്ടി. 17 ആണ്. ഓക്കെ. ഇത് കണ്ണിങ് ആണ്. 1.17 ഓട്ടം. 1.17 ഓട്ടം. പ്രൈവറ്റ് ആക്കിയിട്ടും ടാക്സി ആയിട്ടും കൊടുക്കാം. നിങ്ങൾ വേണമെങ്കിൽ ടാക്സി എങ്ങനെ വേണമെങ്കിലും ഓല് ആക്കി വിട്ടെ. നമുക്ക് ഓല് പറയാണ്ട് ടാക്സിയിൽ വേണമെന്ന് പറഞ്ഞാൽ ടാക്സിയിൽ, പ്രൈവറ്റിൽ വേണമെന്ന് പറഞ്ഞാൽ പ്രൈവറ്റിൽ. ഇതിപ്പോ പേപ്പർ ആയതാ? പേപ്പർ റെഡിയിലാണ് നിൽക്കുന്നത്. അടിപൊളി. അതൊന്ന് കൊടുക്കേണ്ട താമസമുള്ളൂ. അത് നമ്മൾ രണ്ടിനോട് വേണ്ടിയിട്ട് ഇങ്ങനെ സ്റ്റഡിയിൽ വെച്ചേക്കാം. ടാക്സിക്കാർ നല്ലോണം വരുന്നുണ്ട്. നമ്മളെ ഇഷ്ടംപോലെ ടാക്സി ഉണ്ട്. അപ്പൊ ടാക്സി ആവശ്യമുള്ളവർക്ക് ടാക്സിയിലാണ് കൊടുക്കും. ഇതിന്റെ മെയിൻ ഗ്ലാസ് പോലും മാറിയിട്ടില്ല. ഒന്നും മാറിയിട്ടില്ല. സ്റ്റിക്കർ മെയിൻ ഗ്ലാസിൽ സ്റ്റിക്കർ, കമ്പനി സ്റ്റിക്കർ വരെ. ഇതിപ്പോ നമുക്ക് 17 വണ്ടി എന്ത് വിലക്ക് കൊടുക്കാം? 17 വണ്ടി നമുക്ക് 14 രൂപ കൊടുക്കാം. 14 രൂപ. അതിൽ കുറയില്ലേ? കുറയാതെ 13 ചില്ലറക്ക് കൊടുക്കാം. 13 ചില്ലറക്ക് കൊടുക്കാം. സംതിങ് കൊടുക്കാം. 17 ക്ലീൻ പീസ് വണ്ടി. കറക്റ്റ് ഹിസ്റ്ററി എല്ലാം ഫുൾ പക്ക. അടിപൊളി. നോക്കിക്കോളൂ. ഇപ്പൊ ഈ കാണിച്ച വണ്ടികൾ ഒന്നും നിങ്ങൾ മിസ് ചെയ്യരുത്. എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് നേരെ പോര്. അതുപോലെ തന്നെ ഒരു 2-3 ഇന്നോവയും കൂടി ഉണ്ടാകും. 2014 വണ്ടിയാ. 14 G4. അടിപൊളി. നല്ല വൃത്തിയുള്ള വണ്ടി. നല്ല വൃത്തിയുള്ള ക്ലീൻ പീസ് വണ്ടിയാണ്. ഇത് കിലോമീറ്ററോ? കിലോമീറ്റർ 160. ജനുവിനാണ്. വണ്ടി ഇങ്ങനെ സ്റ്റാർട്ട് ആക്കിയാൽ മുക്ത് മാറിയല്ലേ. ഇത് റീയാണ്. ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ. അതായത് നിങ്ങൾ ഇത്ര ധൈര്യത്തോടെയൊക്കെ പറയുന്നോണ്ട് ചോദിക്കുക, ഈ റീവണ്ടിക്കൊക്കെ റീവണ്ടിക്ക് നന്ദിന്റെ എല്ലാത്തിനും ഞാൻ ഹിസ്റ്ററി എടുക്കുന്നുണ്ട്. ഹിസ്റ്ററി എടുത്തിട്ട് ഞാൻ കറക്റ്റ് ആക്കിയിട്ടേ ഞാൻ പറയുന്നുള്ളൂ. കറക്റ്റ് ആണെങ്കിലേ പറയുള്ളൂ. കറക്റ്റ് ആണെങ്കിലേ പറയുള്ളൂ. അടിപൊളി കേട്ടോ. അല്ലേ പറയില്ല. 14 വണ്ടി, നല്ല ക്ലീൻ വണ്ടി. ഇത് നമുക്ക് എന്താ വെക്കാം വില? ഇത് ഞാൻ 8.10. അത് കുറയുമല്ലോ അല്ലേ? നെഗോഷ്യബിൾ ആണ്. അതെ.
എനിക്ക് തോന്നുന്നു 14 വണ്ടി ഒരു 7 ചില്ലറക്കൊക്കെ ഓ ചിലപ്പോൾ കിട്ടും. ആവല്ലോ, പിന്നെന്താ വിഷയം, നമ്മുടെ ആൾക്കാർക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട്. നമ്മളെ ആൾക്കാർ വന്നാ മതി. അടിപൊളി. ഇനി ഇതാ ഒരു ഇത് വെള്ള 2015 വണ്ടിയാ. ഇത് 15 അല്ലേ? ആ 15 G4 അല്ലേ? ഓ G4 നല്ല ക്ലീൻ പീസ് വണ്ടി, നല്ല വൃത്തിയുള്ള വണ്ടി കേട്ടോ. ഇത് ഈ ടാക്സിക്കാർക്ക് പറ്റിയ സാധനം. ടാക്സിക്കാർക്ക് പറ്റിയ സാധനം. ഇതിപ്പോ കേരള രജിസ്ട്രേഷനാ? ഓ ഒക്കെ കേരള രജിസ്ട്രേഷനാ. 26 വരുന്നത്. അതെ അല്ലേ? ആ ഓ 26 അല്ലേ? ആ 26 വരുന്നത്. ഇതൊക്കെ ആയതാണ്. ആ അപ്പൊ ഇതൊന്ന് നമ്പർ നിങ്ങളെ കാണിക്കാൻ പറ്റാത്തതുകൊണ്ടല്ല, അതാണ് പരസ്യമാണ്. നമ്മളെ പരസ്യത്തിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ഇനിയിപ്പോ നിങ്ങൾ ആരെങ്കിലും വിളിക്കാൻ നിങ്ങൾ നമ്പറൊക്കെ ഓ എല്ലാ ഫോട്ടോ സഹിതം ഫുൾ ഡീറ്റെയിൽസ് കൊടുക്കും. നമ്പർ കൊടുക്കുന്നതിൽ നല്ല നിങ്ങളെ ഹിസ്റ്ററി കണ്ട് അയച്ചു കൊടുത്തു. ഓ ഇഷ്ടം അടിച്ചു കൊടുത്താൽ മതി. പ്രശ്നം ഓ കഴിഞ്ഞല്ലോ. ഇല്ല എക്സ്ട്രേക്കുള്ള വണ്ടിയാണ്. അതെ 15 വണ്ടി. ഇത് റീപ്ലേസ് ഉണ്ടോ? ഇല്ല, ഒരു റീപ്ലേസ് ഇതിന് മെത്തേഡ് ഒരു റീപ്ലേസും ഇല്ല. ഒന്നുമില്ല. കറക്റ്റ് കണ്ണിങ് ആണ് ഓലൊക്കെ നോക്കി. അതെ അല്ലേ? പിന്നെ ഇതില് കിലോമീറ്ററോ? കിലോമീറ്റർ ഇത് 1.210. 2.10. വലിയ കുഴപ്പമൊന്നുമില്ല. ഇല്ല, ഇന്റർകൂളർ വണ്ടിയല്ല. നമ്മള് വേറെ ഞാൻ കറക്റ്റ് സർവീസ് നമ്മൾ പറയുന്നത്. അതെ. അപ്പൊ എന്തായാലും 15 വണ്ടി എന്തൊക്കെ കൊടുക്കും? ഇത് ഞാൻ 9.4. 9.4. അതും കുറയും. ഓ അല്ലേ? മാക്സിമം കുറയും. മാക്സിമം കുറഞ്ഞു കൊടുക്കും. അടിപൊളി കേട്ടോ. ഇതൊക്കെ നിങ്ങൾ നോക്കിക്കോട്ടെ. ഇതൊക്കെ നിങ്ങൾക്ക് ഈ വിലക്കൊക്കെ കിട്ടുമ്പോ കിട്ടുള്ളൂ. നോക്കിയിട്ട് വാങ്ങിച്ചോളൂ, ചെക്ക് ചെയ്തെടുത്തോളൂ. പിന്നെ ഇതാണെങ്കിൽ ഇത് ടാക്സി അല്ലേ? ഒറിജിനൽ കേരള വണ്ടി ടാക്സി. ഒറിജിനൽ കേരള ടാക്സി വണ്ടി. രണ്ടാമത്തെ പക്ക സർവീസ് ഉള്ള മോഡലോ? 2012. 12 ആണല്ലേ? 12 ഒറിജിനൽ കേരള വണ്ടിയാണ്. ടാക്സിയാണ്. ഇത് വിയാ? അല്ല G4. G4 അലവിൽ ചെയ്ത അലവിലൊക്കെ വരുന്നതാണ്. ഓക്കെ. ഇത് കിലോമീറ്ററോ? ഇത് കിലോമീറ്റർ 1 സംതിങ്. കറക്റ്റ് സർവീസ് ഉള്ള വണ്ടിയാണ്. സത്യത്തിൽ ഒന്ന് ചെറിയൊരു മറിവ് ഒന്നാണ്. കുഴപ്പമില്ല. രണ്ടിനുള്ളിൽ ഓടി. ഓ രണ്ടിന്റെ ഉള്ളിൽ ഓടി. അടിപൊളി. കറക്റ്റ് ഹിസ്റ്ററി ഉണ്ട്. ഓ ഹിസ്റ്ററി. ഓക്കെ. അപ്പൊ എന്തായാലും വേറെ അപാകതയില്ല, റീപ്ലേസ് ഇല്ല, ഒന്നുമില്ല. കറക്റ്റ് ഇവിടെ വരിക, ഇത് എടുക്കുക, നേരെ കൊണ്ടേ ഓടിച്ച് പൈസ ഉണ്ടായിക്കോളൂ. ഓ ധൈര്യമായിട്ട് ഓടാ. ഊബറിനൊക്കെ പറ്റിയ വണ്ടിയാ. അതെ. വിലയോ? 7,500. അത് ഒറിജിനൽ കേരള വണ്ടിയല്ലേ? പക്ക ഹിസ്റ്ററി ഉള്ള വണ്ടി. രണ്ടാമത്തെ വേറെ കാര്യം ചോദിച്ചു. ഇപ്പൊ ഇതിന്റെ പേപ്പറൊക്കെ പക്കയാ? എല്ലാ ഭാഗവും ഫുള്ളാ. CF കാര്യങ്ങളെല്ലാം എല്ലാം ഫുൾ റെഡി. അടിപൊളി. അപ്പൊ എന്തായാലും നോക്കിക്കോളൂ. 7,500 രൂപ അല്ലേ? ഓക്കെ. നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് നോക്കിയിട്ട് എടുത്തോളൂ കേട്ടോ. ഒരു വണ്ടി കൂടി കാണിച്ചാൽ ഇതാണെങ്കിലൊക്കെ 2015 കേരള വണ്ടി. 15 കേരള അല്ല റീവണ്ടി. റീ ആണ്. രണ്ടാമത്തെ ഓണർഷിപ്പിൽ. പേപ്പർ ആയില്ലേ? ഫുൾ ഇത് ടാക്സിയില്. ടാക്സി അല്ലേ? ടാക്സി. അപ്പൊ ഇപ്പൊ നിലവില് ഈ പറഞ്ഞ പോലെ തന്നെ ഫ്രീ ആണ്, പക്ഷെ കൊണ്ടേ ഓടിച്ചാൽ മതി. ഫുള്ള് ബുക്കും പേപ്പറും ഒക്കെ ഓക്കെയാണ്. അടിപൊളി. 15 അല്ലേ പറഞ്ഞങ്ങള്? 15. ഓടിയതോ? ഓടിയത് 1,700,000. 1,07,000. സത്യമാണല്ലോ. സർവീസ് എടുത്തോട്ടെ. ഒരു സർവീസ് എടുത്തിട്ട് വന്നാ മതി. അത്രേ ഉള്ളൂ. കാരണം ഇത് പ്രൈവറ്റ് വണ്ടി. ആ പാർട്ടിക്കാർ അവിടുന്ന് പ്രൈവറ്റ് എടുത്താണ്ട് ടാക്സി ആക്കി അല്ലേ? വണ്ടി ഓടിച്ച് ക്വാളിറ്റി നോക്കിക്കോട്ടെ. അത്രേ ഉള്ളൂ. ഇതിപ്പോ ഒരു 2-3 ഓടിയാലൊന്നും ക്വാളിറ്റിയിൽ മനസ്സിലാവില്ല. അമ്മ ക്വാളിറ്റി വണ്ടിയാ. ഓ ഇഷ്ടം എടുത്തിട്ട് വന്നാ മതി എല്ലാ വണ്ടി. അത്രേ ഉള്ളൂ. ഇതിപ്പോ നമുക്ക് എന്താ വില? ഇത് നമ്മള് 9.4 ചോദിക്കുന്നുണ്ട്. 15 വണ്ടി. അത് ഇത്ര ലോ കിലോമീറ്റർ? ലോ കിലോമീറ്റർ. പിന്നെ രണ്ടാമത്തെ ബുക്കും പേപ്പറൊക്കെ ഫുള്ള്. ടാക്സി, ഇൻഷൂർ, ബ്രേക്ക് ഒരു വർഷത്തേക്ക് ഉണ്ടോ? എല്ലാം ഫുള്ളാ. അടിപൊളി. അപ്പൊ എന്തായാലും ഇതൊന്നും നിങ്ങൾ മിസ് ചെയ്തിട്ട് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല നല്ല പ്രൈസ് ബെനിഫിറ്റ് നമുക്ക് നെഗോഷ്യബിൾ ആണ് കൊടുക്കുന്നത്. അതെ. രണ്ടാമത്തെ ഓണർഷിപ്പ്. അടിപൊളി. അപ്പൊ എന്തായാലും നോക്കിക്കോളൂ. ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ പറഞ്ഞ വിലക്ക് എനിക്ക് തോന്നുന്നില്ല വേറെ കിട്ടുന്നുള്ളത്. അപ്പൊ എന്തായാലും ഒന്ന് ചെക്ക് ചെയ്തിട്ട് എടുത്തോട്ടെ അല്ലേ? ഇപ്പൊ ഡീസൽ i20 ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ ലോ ബഡ്ജറ്റിൽ ഒരു കിടിലൻ വണ്ടി കൊടുക്കുക അല്ലേ? 2015 മോഡൽ. അത്യാവശ്യം നല്ല നീറ്റ് വണ്ടിയാണ്. അലോയ് വീൽ സെപ്പറേറ്റ് ആസ്റ്റയാണ് അല്ലേ? ബട്ടൺ ഷാട്ടും ഉണ്ട്. ബട്ടൺ ഷാട്ട് എല്ലാം വരുന്നുണ്ട്. 2015 ആണ്. ഇത് ഡീസലില് കിലോമീറ്ററോ? കിലോമീറ്റർ 94,000. ഒന്നിന്റെ താഴെ. ഹിസ്റ്ററി പക്ക. അടിപൊളി. റീപ്ലേസ് ഉണ്ടോ? ഒരു റീപ്ലേസും ഇല്ല. നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. വൈറ്റ് കളർ വണ്ടിയാണ്. ഡീസൽ ആയതുകൊണ്ട് നല്ല മൈലേജും കിട്ടും കേട്ടോ. ഡീസലാണ് ഇപ്പൊ എല്ലാവരും തപ്പി നടക്കുന്നത്. അതാണ് ചെറിയ പൈസ ഉള്ളൂ. അതെ. 15 വണ്ടി. അപാകതകളൊന്നുമില്ല. ഒരു റീപ്ലേസും ഇല്ല. ഇത് വിലയോ? വില ഞാന് 480 ചോദിക്കുന്നുണ്ട്. നെഗോഷ്യബിൾ ആയിട്ട് നമുക്ക് കൊടുക്കാം. 480 ആസ്കിംഗ് ആണ്. പക്ഷെ 2015 ഡീസലാണ്. അതിനുള്ളിൽ ഓടിയിട്ടുള്ളൂ. പെട്രോളിന് കൊടുക്കില്ല വില. പിന്നല്ല. അപ്പൊ എന്തായാലും ഇത് നോക്കിക്കോ നിങ്ങൾ. റീപ്ലേസ്മെന്റ് ഇല്ലാത്ത i20 15 ആസ്റ്റ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് അവർക്ക് വരുന്നത് അല്ലേ? എന്തായാലും മിസ് ചെയ്യണ്ട. കോൺടാക്ട് ചെയ്തോ. അതുപോലെ തന്നെ ഒരു 2017 സ്വിഫ്റ്റ് 17 83 ഓട്ടം. ഈ ഷേപ്പിലെ ലാസ്റ്റ് വണ്ടി. അതെ. പിന്നെ വെറും 83,000 ഓട്ടം. 83 ഓടിയുള്ളൂ അല്ലേ? പെട്രോൾ ആണ്? പെട്രോൾ VXI. അടിപൊളി. എന്തെങ്കിലും അപാകത? ഒരു അപാകതയില്ല. എല്ലാ ഭാഗവും കറക്റ്റ് കണ്ടിങ് ആയിട്ടുണ്ട്. ഒരു റീപ്ലേസും ഇല്ല അല്ലേ? ഒരു റീപ്ലേസും ഇല്ല. നല്ല വൃത്തിയുണ്ട് വണ്ടി. പിന്നെ എന്തൊക്കെ പറഞ്ഞാലും 17 മോഡൽ ഉണ്ടെന്ന് ആലോചിക്കണം. അതെ. ഇത് വിലയോ? 480. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഈ സാധനത്തിന് ഇപ്പോഴും മാർക്കറ്റ് നല്ല മാർക്കറ്റ് അല്ലേ? ഇത് പോലും എല്ലാവരും നോക്കിക്കോട്ടെ.
എല്ലാ ഭാഗവും ക്ലിയർ ആയി നോക്കിയിട്ട് 5 രൂപേന്റെ മേലെ എല്ലാവരും ചോദിക്കുന്നത്. അത് ചോദിക്കും, നമ്മൾ അതിന്റെ താഴെ ചോദിക്കുന്നത് നെഗോഷ്യബിൾ ആയിട്ടാ പറയുന്നത്. അതും മാക്സിമം നെഗോഷ്യബിൾ ആയിട്ട് വീഡിയോ കണ്ടുവരുന്നവർക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് വരുമല്ലേ. അപ്പൊ എന്തായാലും നോക്കിക്കോ, 450 17 വണ്ടി എടുക്കാം, നല്ല വൃത്തിയുള്ള വണ്ടി. നമ്മുടെ കാർസ് 20 വണ്ടി 20 നിങ്ങൾ വിചാരിച്ചാൽ അത് വെറുതെയാണ്. ഇനിയും ഈ ഒരു നേരം മുഴുവൻ കാണിക്കാണ്ട് വേം പറഞ്ഞു അല്ലേ. അപ്പൊ വേം വീഡിയോ തീർക്കണം. വണ്ടി വേറെ ഇഷ്ടം പോലെ ഉണ്ട്. അതാണ് ഈ സ്വിഫ്റ്റ് ഏതാ? ഇത് 2018 VXi. 18 VXi ആണ്, സിംഗിൾ ഓണർ. ഓടിയതോ? ഓടി 120. മൈലേജ് ഉണ്ടല്ലോ അല്ലേ? മൈലേജ് നമ്മൾ എന്താ പറയുന്നത്, ഒറിജിനൽ ആണ്, ക്വാളിറ്റിയിൽ അതല്ല ശരിക്കും പറയുന്നത്. അതാണ്, റീപ്ലേസ് ഇല്ലല്ലോ, ഒരു റീപ്ലേസും ഇല്ല. ഓക്കെ, വിലയോ? 5.4. 5.4 കൊടുക്കാം അല്ലേ? ഓ, അതായത് ഒരു റീപ്ലേസും ഇല്ലാത്ത ക്ലീൻ വണ്ടി. കിലോമീറ്റർ എത്ര നിങ്ങൾ? 1.4. അത് പക്കായിട്ട് പക്ക പോലെ ഹിസ്റ്ററി എടുത്തോട്ടെ, ധൈര്യമായിട്ട് ഹിസ്റ്ററി എടുത്തോട്ടെ. പണ്ടത്തെ മാതിരിയല്ല, ഹിസ്റ്ററി നിങ്ങളെ കയ്യിലില്ല, സാധനം അങ്ങോട്ട് കൊടുത്താൽ പോരെ. അത് മതി, അത്രേ ഉള്ളൂ. അവർക്ക് വേണമെച്ചാൽ അവർ എടുത്തോട്ടെ. ഫുൾ ലോണും കൊണ്ടുപോകും, ഫുൾ ലോൺ, 1 രൂപ പോലും മുടക്കണ്ട. അടുത്തതായിട്ട് ഒരു ഓട്ടോമാറ്റിക് വണ്ടി ഇതില്ല, ഇത് VXi 2020. സോറി, 1200 1.2. 1.2 VXi വരുന്ന 2020 വണ്ടി. ഇത് കിലോമീറ്ററോ? ഇതിന് 1.6. ഇത് മാനുവൽ അല്ലേ? മാനുവല്, നല്ല മൈലേജ് അല്ല അതൊക്കെ. എന്തായാലും ഒരു 18 സുഖമായിട്ട് കിട്ടും. 18 രൂപ കിട്ടും. 20 മോഡൽ വണ്ടിയാണ്. വിലയും കൂടി പറ. 5.20 പറയൂലേ? നല്ലോണം പറയും, ഈസി ആയിട്ട് ഫുൾ ലോണും കയറും. അടിപൊളി. ആലോചിക്കണം, 2020 1.2 VXi വണ്ടി അല്ലേ? VXi വണ്ടി ഇതാണ് ഓട്ടോമാറ്റിക്. ഇത് ഓട്ടോമാറ്റിക് 2019 19 മോഡൽ 20 രജിസ്ട്രേഷൻ ഓട്ടോമാറ്റിക് വണ്ടി. നല്ല നീറ്റ് വണ്ടിയാണ്, ക്ലീൻ പീസ് വണ്ടി. അതെ. കിലോമീറ്ററോ? കിലോമീറ്റർ 1.2 ഓടിയിട്ടുള്ളൂ. 1.2 അല്ലേ? 1,02,000. അത് ഇത് ഈ ഓടാതെ കൂലാണ്, മൈലേജ് ഉള്ള വണ്ടി ഓടും. അതാണ്. പിന്നെ വേറെ കേസ് ഉണ്ടോ? അപ്പൊ ഈ കിലോമീറ്റർ മാത്രമേ ഇതിൽ കുറച്ച് കൂടുതലുള്ളൂ അല്ലേ? വേറെ വണ്ടി പക്ക ക്ലീൻ പീസ് ആണ്, ഒരു റീപ്ലേസും ഇല്ല, ഒന്നുമില്ല. വണ്ടി മൈലേജ് ഉള്ള വണ്ടികൾ ഓടാതെ കൂലല്ലോ. അതെ, ഇതും AMT വരുന്ന നല്ല വൃത്തിയുള്ള, നല്ല വൃത്തിയുള്ള, അതായത് 19 മോഡൽ 20 രജിസ്ട്രേഷൻ വണ്ടി, നല്ല ക്ലീൻ പീസ് വണ്ടിയാണ്. ഇതിന്റെ വില കൂടി പറ. 4.85 കൊടുക്കൂല. ഒറിജിനൽ, യാതൊരുമില്ല, സിംഗിൾ ഓണർ, ഒരു അപാകതയില്ല. സിംഗിൾ ഓണർ, 1.5 ഓടി ഉണ്ടല്ലേ? 1.5 ഓടി. അത് ഒഴിച്ചാൽ അതും വലിയൊരു ഓട്ടം ഒന്നും പറയാനില്ല. കാരണം 18-20 മൈലേജ് കിട്ടില്ലേ. വേറെ കേസ് ഉണ്ട്, പെട്രോൾ ആണ്, എന്ത് കംപ്ലൈന്റ് വരാനല്ലേ? എവിടെ ഓല് നോക്കിക്കോട്ടെ, കൊണ്ടുപോയിക്കോട്ടെ. 4.80 എന്നൊക്കെ പറഞ്ഞാലും നിങ്ങൾക്ക് മാക്സിമം കുറയും. ധൈര്യമായിട്ട് പോര് എടുത്തോ. ഒരു വെള്ളം കൂടി കാണിച്ചാൽ ഇതാണെങ്കിലോ? ഇത് 19-20. 19-20 മാനുവൽ അല്ലേ? നല്ല വൃത്തി ഉണ്ടല്ലോ വണ്ടി. ഈ പറഞ്ഞ വണ്ടികളൊക്കെ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ എന്തെങ്കിലും പോളിഷ് ഒക്കെ ചെയ്തിട്ടാണോ? അതോ ഞങ്ങളൊന്ന് ജസ്റ്റ് കൈകാണ്ട് പോളിഷ് ചെയ്തിരിക്കും, അത്രേ ഉള്ളൂ. ഓക്കെ, ജനൂല, മേജറായിട്ട് ഒന്നുമില്ല. അടിപൊളി. ഇത് 19-20 ആണ്. 19-20 VXi അല്ലേ? അതെ. എന്താ വില? ഇത് 85. 4.85. 4,85,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഇതൊക്കെ എടുത്തോണ്ട് പോവാം. ഫുൾ ലോണും കിട്ടും, ഒന്നും നോക്കാനില്ല അല്ലേ? ഇത് എത്ര ഓടി ഉണ്ട്? ഇതും അതേമാതിരി തന്നെ 1.10 റേഞ്ച് ഓടിന്. അത് ഹിസ്റ്ററിയും പക്ക കൊടുക്കും. ഹിസ്റ്ററി പക്കായോടെ നമ്മൾ കറക്റ്റ് പറയുന്നത്, അല്ലെങ്കിൽ നമുക്കൊക്കെ കുറച്ചുകാണ്ട് പറയാൻ പാടില്ല, പാടില്ലല്ലോ. പണിയില്ല. കുറച്ച് കിലോമീറ്റർ കൂടിയതിന്റെ പ്രൈസ് ബെനിഫിറ്റ് നല്ലോണം ഉണ്ട് അല്ലേ? കുറച്ച് കൊടുക്കും. ഇതൊക്കെ നമ്മൾ ഡൗൺ പേയ്മെന്റ് കുറച്ച് മതി, ബാക്കി ഇറക്കി കൊടുക്കല്ലേ. ലോൺ കയറൂലേ? ഫുള്ള് ലോൺ കയറും. പ്രൊഫൈൽ എന്തായാലും നോക്കിക്കോളൂ കേട്ടോ. നല്ല പ്രൈസ് ബെനിഫിറ്റ് തന്നെയാണ്. അതുപോലെ തന്നെ ഇതാണെങ്കിലോ? എർട്ടിക 2015 ആണ്. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് പോളിഷ് ചെയ്യാനുണ്ട്. ഇതൊന്ന് കേക്ക് പോളിഷ് ചെയ്യാണ്ട് ടയർ പഞ്ചറായി കൂടും. ഇത് കഴുകിയിട്ട് പോലും അല്ലേ? കഴുകിയിട്ടില്ല. അടിപൊളി. ഇത് പെട്ടെന്ന് വന്നപ്പോ പെട്ടെന്ന് റെഡി ആക്കിയാ. അതെ, ആ ഹെഡ്ലൈറ്റ് ഒക്കെ ഒന്ന് പോളിഷ് ചെയ്ത് നല്ല വൃത്തിയാവും. ഇത് ഡീസൽ അല്ലേ? ഡീസൽ. VDI ആണ്. മോഡൽ 15 അല്ലേ? 15. ഓടിയത് 1.20. അത് ഓടാതിരിക്കില്ല. 15 വണ്ടിയല്ലേ, എല്ലാ വണ്ടിയല്ലേ. റീപ്ലേസ് ഉണ്ടോ? ഒരു റീപ്ലേസും ഇല്ല. വിലയോ? വില 4.90. 4.90 15 വണ്ടി കൊടുക്കാം. അടിപൊളി. അതായത് സ്വിഫ്റ്റിന്റെ വിലക്ക്. 15 സ്വിഫ്റ്റിനൊക്കെ കുറച്ചു കാലം മുമ്പ് വരെ ചോദിച്ചാൽ 4.90. ഇത് 25 ആയതുകൊണ്ട് നമ്മള് പറയുന്നത്. അതെ, 4.90 മാക്സിമം ലോഡ് കയറ്റി കൊടുക്കാം. അടിപൊളി. അതേപോലെ തന്നെ ഒരു ന്യൂ ഷേപ്പ് എർട്ടിക ഉണ്ട്. ഇതാണെങ്കിലോ? ടാക്സി അല്ലേ? ഇത് ഹൈബ്രിഡ് ഡീസൽ വണ്ടി. ബുക്കും പേപ്പറൊക്കെ ഫുള്ള് 2016. അതായത് ടാക്സി ഓടിക്കാൻ വൺ ഓഫ് ദ ബെസ്റ്റ് സാധനം. ഊബർ ഓടിക്കാൻ ബെസ്റ്റ്. നല്ല മൈലേജ് കിട്ടും. സിംഗിൾ ഓണർ. ഒരു 20 ഒക്കെ കിട്ടൂലേ സുഖമായിട്ട്? ഈസി ആയിട്ട് കിട്ടുന്നുണ്ട്. ഇനി ഓടിക്കണോൽക്ക് തന്നെ അറിയല്ലോ. അതെ. ഇതിപ്പോ കിലോമീറ്ററോ? കിലോമീറ്റർ 1.80. ടാക്സി ആയതുകൊണ്ടാണ് നമ്മള് മറച്ചൂല. അതെ, മറക്കണ്ട. കറക്റ്റ് സർവീസ് ഉള്ള വണ്ടി 3.5 ലക്ഷം കിലോമീറ്റർ വരെ ഓടുന്നില്ലേ? ഇതിപ്പോ മേജർ ഒക്കെ എല്ലാം പക്ക ക്ലീൻ. കൊണ്ടുവന്ന ആൾക്ക് ഒന്നും നോക്കണ്ട, ഒന്നുമില്ല. ബോഡി കഴുകാൻ ഓടിക്കുക. ഓക്കെ, ഇത് വിലയും കൂടി കേട്ടെ. ഇതിന് ഞാൻ ചോദിക്കണത്
610. ഇത് മോഡൽ ഏതാ പറഞ്ഞെങ്കിൽ 2016 ഹൈബ്രിഡ്. 16 ഹൈബ്രിഡ് അല്ലേ? 610. അത് നിങ്ങൾ ഒരു 5 സംതിങ്ങിന് കൊടുക്കുന്ന അത് കൊടുക്കാം. അത് നമുക്ക് ചോദിക്കണ്ടല്ലോ. അത് ചോദിക്കണം. പിന്നെ വാങ്ങിക്കാൻ വരുന്നവർ പറയുന്നതിന് നമ്മൾ അങ്ങ് കൊടുക്കും. അത്രേ ഉള്ളൂ. അതാണ്. അപ്പൊ എന്തായാലും നോക്കാം, മാക്സിമം ഫുൾ ഓണും കയറും കേട്ടോ. ഒരു വണ്ടി കൂടി കാണിച്ചാൽ ഇതാണെങ്കിലോ? ഇത് 2017 സ്പെഷ്യൽ എഡിഷൻ ആണ്. VDIന്റെ മോയലെ ഓപ്ഷണൽ. അതെ, അലവിയിലും കാര്യമൊക്കെ വരുന്നുണ്ട്. ടാക്സി ആണ് അല്ലേ? സിംഗിൾ ഓണർ 1.54 ഓട്ടം, 1,54,000. ഇത് എനിക്ക് തോന്നുന്നു പിന്നെ ഈ കിലോമീറ്റർ കുറച്ച് കൂടിയാലും വലിയ പ്രശ്നമൊന്നുമില്ല. ഇത് പ്രശ്നമില്ല, ഹൈബ്രിഡ് വണ്ടികളല്ലേ. അത് ഇത് എടുക്കാൻ വരുന്നത് ടാക്സിക്കാരാണ്. ഓൾക്ക് കറക്റ്റ് ഹിസ്റ്ററി ഉണ്ടോ എടുത്തോളും. അടിപൊളി കേട്ടോ. അപ്പൊ എന്തായാലും നല്ല വൃത്തിയുണ്ട് വണ്ടി കാണാൻ, മിസ് ചെയ്യണ്ട. ഇതിപ്പോ നമുക്ക് 15 എത്ര മോഡൽ? ഇത് 17. ഓക്കെ, എന്താ വില? ഇതിന് 640. 17 വണ്ടി അല്ലേ? ഇതും നിങ്ങൾക്ക് വില നല്ലോണം കുറയും, നമുക്ക് കുറച്ച് കൊടുക്കാം. ഫുൾ ഓണും കയറും. ഫുൾ ഓണും കൊടുക്കും. അടിപൊളി കേട്ടോ. അപ്പൊ എന്തായാലും ഇത്രയും വണ്ടികൾ കിടപ്പുണ്ട്. ചെറുവണ്ടികള്, ടാക്സി വണ്ടികളും ഉണ്ട്. ഇവിടെ എല്ലാ സാധനവും ഉണ്ടല്ലോ. അപ്പൊ എല്ലാം ഉണ്ട്. നമ്മള് മൊത്തത്തിലാണ്. അതാണ് A to Z ആണ്. ഓക്കെ, അപ്പൊ എന്തായാലും കോൺടാക്ട് ചെയ്ത നമ്പർ വെച്ചിട്ടുണ്ട്. പിന്നെ ഇന്റീരിയറിന്റെ ഫോട്ടോസ് നിങ്ങൾ മറക്കാണ്ട് എല്ലാം അയച്ചു കൊടുക്കാം. അതൊക്കെ ധൈര്യമായിട്ട് അയച്ചു കൊടുക്കും. എല്ലാം ഫുൾ ക്ലീൻ ആണ് അല്ലേ? ഓക്കെ, അപ്പൊ എന്തായാലും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്തോ. ഇതൊന്നും നിങ്ങൾ മിസ് ചെയ്യണ്ട. അവർക്ക് വന്നപ്പോ നമുക്ക് ഈ ഒരു എപ്പിസോഡിൽ അവസാന ഭാഗങ്ങളിലേക്ക് അങ്ങ് പോവാം അല്ലേ? അതെ, 2-3 വണ്ടി കൂടി കാണിച്ചങ്ങ് നിർത്താം. ഓക്കെ, ഇത് 2014 റിഡ്സ്. 14 ആണല്ലേ? അതായത് ഡീസലാണ്, അലോയിൽ ചെയ്തിട്ടുണ്ട്. ഓവറോൾ നല്ല വൃത്തിയുണ്ട് അല്ലേ? നല്ല വൃത്തിയുള്ള വണ്ടി. പിന്നെ കൂളിംഗ് ഒട്ടിക്കാൻ പറ്റുന്നത് ഏറ്റവും വലിയൊരു സമാധാനം അല്ലേ? നല്ല ക്വാളിറ്റി വണ്ടിയല്ലേ? അതെ. പിന്നെ 14 ഡീസൽ എത്ര ഓടിയിട്ടുണ്ട്? ഇത് 140. കറക്റ്റ് പക്ക. ഒരു ചുരുക്കി പറഞ്ഞിട്ട് ഇപ്പൊ ഇവിടെ കാണുന്ന എല്ലാ വണ്ടിക്കും ഇല്ലാത്ത വണ്ടി കേറ്റൂല. അടിപൊളി. റീപ്ലേസ് ഇല്ലല്ലോ? ഒരു റീപ്ലേസും ഇല്ല. മേജർ പ്രശ്നങ്ങളൊന്നുമില്ല. വിലയോ? വില ഞാൻ 345. എന്തെങ്കിലും നെഗോഷ്യബിൾ. എന്ത് പറയാനല്ലേ, വെറുതെ സമയം കളയണ്ട. നമുക്ക് 345 നെഗോഷ്യബിൾ പ്രൈസിൽ റിച്ച് എടുത്തോ. അതുപോലെ തന്നെ 3 ലീവ കിടക്കുന്നുണ്ട്. ഇതും കൂടി പറഞ്ഞ അവസാനിപ്പിക്കാം. ഈ റെഡ് വണ്ടി ഏതാ മോഡല്? 2015. രണ്ടാമത്തെ ഓണർഷിപ്പ്. പെട്രോളോ ഡീസലോ? ഡീസൽ അല്ലേ? അതായത് എനിക്കൊന്ന് ഇത് റീ ആണ്. വേരിന്റെ ഏതാ? ഇത് GD. അതായത് ഒട്ടുമിക്ക ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ടാവും. എല്ലാ ഫീച്ചേഴ്സും. കിലോമീറ്റർ 160. ഇതൊക്കെ പിന്നെ 160 പറഞ്ഞ ഒന്നുമില്ല. ഇതല്ലേ ടയോട്ടന്റെ വണ്ടിയല്ലേ? പിന്നെ എനിക്ക് തോന്നുന്നു നല്ലൊരു 20 മൈലേജ് അല്ലേ? 20 ഒക്കെ മേലെ കിട്ടും. നല്ല ക്ലീൻ ആണ് വണ്ടി. പിന്നെ ചെറിയ കുറച്ച് വർക്ക് ചെയ്യാനുണ്ടല്ലേ? അല്ല, ഇത് ഇനി ഒന്നുമില്ല, ഒന്ന് കേൾക്കാനുള്ളൂ, ഒന്ന് പോളിഷ് ചെയ്യാണ്ട്. സീറ്റൊക്കെ അപാരം. അതെ. വിലയോ? ഇതിന് 460. 15 റീവണ്ടി, ഡീസൽ, GD അല്ലേ? രണ്ടാമത്തെ ഓണർഷിപ്പ്. പിന്നെ റീ ആയതുകൊണ്ട് തന്നെ ഒരപാകത ഇല്ലെന്ന് ഗ്യാരണ്ടി. ഗ്യാരണ്ടി ആണ്. വന്നോട്ടെ, എടുത്തായി. ഓക്കെ, അപ്പൊ അത് നിങ്ങൾ നോക്കിക്കോളൂ. അതുപോലെ തന്നെ ഒരു വണ്ടി കൂടി കാണിച്ചു. ഇതാണെങ്കിലോ? ഇത് 2013 GD ഡിക്ക് ഉള്ളത്. അതായത് നമ്മുടെ എറ്റിയോസ് അല്ലേ? എറ്റിയോസ് ആണ്. ഊബറൊക്കെ ഓടാൻ പറ്റി. 15 അല്ലേ പറഞ്ഞേ? 13. അപ്പൊ ഒരു ടൈപ്പ് ഇത് പ്ലാറ്റിനം ആക്കിയതാണ്. റീ അല്ലേ? റീ ആണ്. രണ്ടാമത്തെ ഓണർഷിപ്പ്. ഓട്ടം 1.35. അത് ജെന്യൂനാ? അടിപൊളി. 1.35 എന്ന് പറഞ്ഞാൽ വളരെ 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 ലോ കിലോമീറ്റർ അല്ലേ? 13 അപേക്ഷിച്ച്. പിന്നെ റീപ്ലേസ് ഉണ്ടോ? റീപ്ലേസ് ഒന്നുമില്ല. വിലയും കൂടി പറ. വില ഇതിന് ഞാൻ 350 ചോദിക്കുന്നുണ്ട്. 3.5. അത് 13 വണ്ടിയാണ്. 13 വണ്ടി. സ്വിഫ്റ്റിന്റെ വിലയിട്ട് ചോദിക്കില്ല. അത് ഉറപ്പല്ലേ? അതായത് പിന്നെ മെയിൻ ആയിട്ട് പറയേണ്ടത് നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് എടുത്തോ. നിങ്ങൾ കിലോമീറ്റർ ഗ്യാരണ്ടി പറയും. ഗ്യാരണ്ടിയാണ്. സർവീസ് എടുത്ത് വന്നോട്ടെ. എല്ലാവർക്കും ഇപ്പൊ സർവീസ് കിട്ടുന്നുണ്ടല്ലോ. അപ്പോ ഇതൊക്കെ നിങ്ങൾക്ക് മുതലാണ് കേട്ടോ. കിലോമീറ്റർ ഒക്കെ ജെനുവിൻ ആണെങ്കിൽ നിങ്ങൾക്ക് കണ്ണും പൂട്ടി എടുത്തിട്ട് പോവാം. ആ പറഞ്ഞ വില കൂടുതലാന്ന് ഞാൻ പറയില്ല, പക്ഷേ നെഗോഷ്യബിളാ. അതാണ് കേട്ടോ. എന്താന്ന് വെച്ചാൽ നിങ്ങൾക്ക് അങ്ങ് ചെയ്തു തരും. ഇത് 2016 GD ഒറിജിനൽ കേരള വണ്ടി. 16 GD ഒറിജിനൽ കേരള അല്ലേ? നല്ല നീറ്റ് അല്ലേ വണ്ടി? നീറ്റ് വണ്ടി. കറക്റ്റ് സർവീസ്. 1ന്റെ താഴെ ഓട്ടം. 1ന്റെ താഴെ ഓടിയുള്ളൂ. ഹിസ്റ്ററി കൊടുക്കാം. ഹിസ്റ്ററി എടുത്ത് ധൈര്യമായിട്ട് വരട്ടെ. അതെ. പിന്നെ ഇതും വണ്ടി അത്യാവശ്യം നല്ല നീറ്റ് ആണ്. നല്ല ക്ലീൻ. 16 പ്ലാറ്റിനം വരൂലേ? വരൂല. ഇത് നമ്മൾ ആക്കിയതാ അല്ലേ? 17 മുതലല്ലേ പ്ലാറ്റിനം? റീപ്ലേസ് ഇല്ലല്ലോ? ഒരു റീപ്ലേസും ഇല്ല. ഒറിജിനൽ കേരള വണ്ടി. ഓടിയതോ? 1ന്റെ താഴെ 96-97 അത്രേ ഉള്ളൂ അല്ലേ? ഓക്കെ, ഇതിപ്പോ നമുക്ക് എന്ത് വിലയുണ്ട്? ഇത് നമുക്ക് 540. കേരള വണ്ടി ആയതുകൊണ്ട് ചെറിയൊരു വില വ്യത്യാസം ഉണ്ട് അല്ലേ? എന്നാലും കുറവാണ്. കാരണം നമുക്ക് ഓല് വന്ന് സംസാരിക്കട്ടെ. നമുക്ക് നെഗോഷ്യബിൾ ആണ്. 5,40,000 രൂപയ്ക്ക് 2016 ഒറിജിനൽ കേരള 1,00,000 താഴെ ഓടിയ വണ്ടി അല്ലേ? നോക്കിക്കോട്ടെ, ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടുമ്പോഴേ കിട്ടുള്ളൂ. പിന്നെ ഗ്യാരണ്ടിയോട് കൂടിയിട്ടാണ്, അത്രയും കോൺഫിഡൻസോട് കൂടിയാണ് പറയുന്നത്. പക്കയാണ്. ഓക്കെ, അപ്പൊ എന്തായാലും ഒന്ന് കോണ്ടാക്ട് ചെയ്തോളൂ കേട്ടോ. അപ്പൊ എങ്ങനെയുണ്ട് നമ്മുടെ കാർ 20യിലെ
ഇപ്രാവശ്യത്തെ വണ്ടികളൊക്കെ കിടുവല്ലേ? വിലയാണ് ഹൈലൈറ്റ് അല്ലേ? വിലയാണ് അതില്. നെഗോഷ്യബിൾ എന്ന് പറഞ്ഞാൽ നെഗോഷ്യബിൾ ആണ്, ഏത് ചോദിച്ചാലും നെഗോഷ്യബിൾ ആണ് അല്ലേ? മാക്സിമം വില കുറച്ച് തരും നിങ്ങൾക്ക്. വണ്ടികളുടെ ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഗ്യാരണ്ടി പറയുന്നുണ്ട്. ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അല്ലേ? അവർക്ക് എടുത്തു വരും. വിളിച്ചാൽ മതി. പിന്നെ നമ്മൾ ഒന്നിന്റെ ഇന്റീരിയർ കാണിച്ചില്ല, കാരണം ഇത്രയും വണ്ടി ഉൾപ്പെടുത്തണമെങ്കിൽ ഇന്റീരിയർ കാണിച്ചിട്ടുണ്ടെങ്കിൽ 3-4 എപ്പിസോഡ് എടുക്കേണ്ടി വരും. ഇന്റീരിയലൊക്കെ ഫുൾ പക്കയാണ്. അത് ഫോട്ടോസ് നിങ്ങൾക്ക് അയച്ചു തരും കേട്ടോ, എല്ലാ ഡീറ്റെയിൽസും തരും. അപ്പോൾ നമ്മുടെ ആൾക്കാർക്ക് വേണ്ടി ജസ്റ്റ് ലൊക്കേഷൻ ഒന്നുകൂടി നിങ്ങൾ പറഞ്ഞു. ഇത് മോങ്ങം ഹിൽ ടോപ്പ്. അതായത് കോഴിക്കോട് നിന്ന് വരികയാണെങ്കിൽ മഞ്ചേരി പാലക്കാട് റൂട്ടില്, പാലക്കാട് ഭാഗം പെരിന്തൽമണ്ണ റൂട്ടിൽ വേണമെങ്കിൽ കോഴിക്കോട് റൂട്ടിൽ ഹൈവേമിൽ, അതായത് അങ്ങോട്ട് പാലക്കാട് കോഴിക്കോട് ഹൈവേയിൽ മോങ്ങം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഹിൽ ടോപ്പ് എന്നാണ് എക്സാക്ട് ഈ ഒരു ലൊക്കേഷൻ വരുന്നത്. മോങ്ങം ടൗൺ ഇവിടുന്ന് കുറച്ച് 1 കിലോമീറ്റർ ഉള്ളൂ കേട്ടോ, 500 മീറ്റർ ഉള്ളൂ. അപ്പോൾ എന്തായാലും നിങ്ങൾ വിളിച്ചോളൂ. നല്ല വണ്ടികൾ ഈ പറഞ്ഞ പോലെ മാക്സിമം വില കുറച്ച് മാക്സിമം ലോണോട് കൂടിയിട്ട് വേണമെങ്കിൽ നേരെ അല്ലേ, ഫുൾ ലോണും കാര്യങ്ങളൊക്കെ ചെയ്തു തരും. അപ്പോൾ എന്തായാലും എപ്പിസോഡ് ഞാൻ മൈൻഡ് അപ്പ് ആണ്. അടുത്തൊരു കിടിലം വീഡിയോ വീണ്ടും വരുന്നുണ്ട്. ഇവിടുത്തെ ഒരു ഗംഭീര വീഡിയോ വരുന്നുണ്ട് അല്ലേ? കുറച്ച് ദിവസം ഒന്ന് കഴിഞ്ഞോട്ടെ, അത് കഴിഞ്ഞിട്ട് കാണിക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും ആ വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും